പറഞ്ഞ സ്റ്റേഷനുകളുടെ ഭരണം നിയന്ത്രിക്കുന്നത് ലോക്കൽ സെക്രട്ടറിമാരാണ് എന്നായിരുന്നല്ലോ ഇന്നലെ വരെ ആക്ഷേപിച്ചിരുന്നത്. ഇപ്പൊ എന്തായാലും അതെങ്കിലും തെറ്റാണെന്നെങ്കിലും സമ്മതിക്കുന്നുവല്ലോ. ലോക്കൽ സെക്രട്ടറിക്ക് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ പോയ അനുഭവം ഇതാണ്. അത് പോട്ടെ, ലോക്കൽ സെക്രട്ടറിയുടെ അനുഭവം എന്നുള്ള നിലയിൽ കാണാം. ആ ലോക്കൽ സെക്രട്ടറി അയാളുടെ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിലെത്തി ഒരു വനിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ശ്രമം നടത്തിയപ്പോ അയാൾ ആക്ഷേപിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതും പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇയാളാണ് കുഴപ്പക്കാരൻ, ഇയാൾ അവിടെ പോയി പോലീസുമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? CPM ആണോ പോലീസാണോ കേരളം ഭരിക്കുന്നത്? അദ്ദേഹം പറയുകയും ഔദ്യോഗിക സംവിധാനത്തിൽ സ്റ്റേഷനിൽ പോയി ബഹളമുണ്ടാക്കി വർത്തമാനം പറയുക എന്ന് പറഞ്ഞാൽ അവരോട് കയർക്കുക എന്ന് പറയുന്നത് ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് ആ വാക്കല്ലേ കേസിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, കേസിനെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല. SFIയുടെ നേതാവായിരിക്കെ അടൂർ പ്രകാശിന്റെ നിർദ്ദേശാനുസരണം എന്നെ അതിഭീകരമായി മർദ്ദിച്ചു എന്നാണ് മധു ബാബു എന്ന ഇപ്പോഴത്തെ DYSP. അന്ന് അദ്ദേഹം CI ആയിരുന്ന സമയത്ത് SFIയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഇപ്പോഴത്തെ CPM നേതാവ് പൊതുസമൂഹത്തിൽ ആരോപണം ഉന്നയിച്ചത്. അയാൾക്ക് ഇന്ന് DGPയുടെ താമ്രപത്രം കിട്ടിയിരിക്കുകയാണ്. മറ്റേ ഏതോ ഒരു സേനയെ കുറുമ സംഘത്തെ പിടിച്ചതിന് ഇന്ന് അദ്ദേഹത്തിന് താമ്രപത്രം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ മർദ്ദകരായ ആളുകൾക്ക് താമ്രപത്രം കൊടുക്കുന്ന ഏർപ്പാടാണ്. രാജൻ കേസ് നമുക്കറിയാം, ഇന്ന് വരെ ബോഡി പോലും കണ്ടെത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ അത് പഴയതാക്കി ഇപ്പോ ചർച്ച ചെയ്യാതിരുന്ന നാളെ ഇത് പഴയതാവും. ജനാധിപത്യം വീണ്ടും നാളെ ഇത് പഴയതാകുന്നില്ല. ഞാൻ പറഞ്ഞത് പുരോഗമനപരമായി പോലീസ് ആ പഴയ കാലത്ത് നിൽക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. ഈ പോലീസ് സേനയിൽ നമ്മളുടെ സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത, നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്ത തരത്തിലുള്ള ചില പ്രവണതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്നു. അതിൽ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വസ്തുതാപരമായി നിയമപരമായിട്ടല്ലേ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഒരു പ്രതിപക്ഷ നേതാവ് സഭയിൽ നിന്നിട്ട് നിങ്ങൾ പുറത്താക്കുമോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് പുറത്താക്കും, നിയമപരമായ നടപടികൾ ഉറപ്പായും സ്വീകരിക്കും എന്നല്ലാതെ പുറത്താക്കുമെന്ന് പറയാൻ കഴിയുമോ? അതിനെക്കുറിച്ച് അഭിലാഷല്ലേ മറുപടി? ഈ വിഷയം പോലീസിന്റെ ശ്രദ്ധയിൽ വന്നതാണ്. അവിടെ ഈ CCTV ദൃശ്യങ്ങൾ നമ്മളിപ്പോഴേ കണ്ടിട്ടുള്ളൂ. പക്ഷെ പോലീസ് ഇത് 2023 തന്നെ കണ്ടതാണ്. ഈ ദൃശ്യങ്ങളടക്കം കണ്ടതിന് ശേഷമാണ് 2 വർഷത്തെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക എന്ന അതിഗംഭീരമായ അച്ചടക്ക നടപടി എടുത്ത് ഇവരെ കുറച്ചുകൂടി നല്ല പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റി പ്രശ്നം അവസാനിപ്പിച്ചത്. അതെ, നമുക്ക് വിസ്മയ കേസ് ഒരിക്കലും തെളിയുമായിരുന്നു ആരും പ്രതീക്ഷിച്ചതല്ല. കൂടത്തായിലെ ജോളി കേസ് നമുക്കറിയാമല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ മരണം ഉൾപ്പെടെ കൊണ്ടുവന്നില്ലേ? അതെല്ലാം കേരള പോലീസല്ലേ, അവരുടെ പണിയതല്ലേ? അല്ല, അതെ. അപ്പൊ അവരുടെ ആ മികവിനെ ആ കേസ് അന്വേഷിച്ച് കണ്ടെത്തിയില്ലായിരുന്നെങ്കിലും ആരും നമ്മളിതുപോലെ ചർച്ചയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അവരുടെ പണിയാണ്.